ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് പെർഫോമൻസ് ഓഫ് ദി സെയിൽ ഓഫ് കോൺട്രാക്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 31 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 31 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ലേ, ഒരു വിൽപ്പന കരാറിൻ്റെ പെർഫോം ചെയ്യുക, പ്രാവർത്തികമാക്കുക എന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇറ്റ് റിഗാർഡ്സ് സെല്ലർ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ടു ദി ബയർ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? സെല്ലർ എന്ത് ചെയ്യുന്നു? ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ടു ദി ബയർ. സെല്ലർ എന്ത് ചെയ്യുന്നു? ബയർക്ക് വസ്തുക്കളെ, ഉൽപ്പന്നത്തെ എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു. ആസ് റിഗാർഡ്സ് ദ ബയർ ആക്സെപ്റ്റ് ദ ഡെലിവറി. ഓക്കെ, ബയർ ആക്സെപ്റ്റ് ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ ദം. എന്ത് ചെയ്യുന്നു? ബയർ എന്ത് ചെയ്യുന്നു? സെല്ലർ അയച്ച വസ്തുക്കളെ ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. മാത്രമല്ല പേയ്മെൻറ്റ് ഫോർ ദം, അതിനെന്ത് ചെയ്യുന്നു? പണം നൽകുകയും ചെയ്യുന്നു ആസ് പെർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ കൺസിസ്റ്റ് ഓഫ് ടു റെസിപ്രോക്കൽ പ്രോമിസസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് വാഗ്ദാനങ്ങളാണ് പെർഫോമൻസ് ഓഫ് ദി സെയിൽ ഓഫ് കോൺട്രാക്റ്റിലുള്ളത്. ഒന്നാമത്തെ സെല്ലേഴ്സ് ഡ്യൂട്ടി ടു ഡെലിവർ ദി ഗുഡ്സ്. കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം, വിൽപ്പന കരാർ പ്രകാരം സെല്ലറുടെ ഉത്തരവാദിത്തമാണെന്ത്? ഡെലിവർ ദ ഗുഡ്സ് ടു ദി ബയർ. ബയറിലേക്ക് ഒരു വസ്തുവിനെ ഡെലിവർ ചെയ്യുക, അയക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ദ ബയർ, അപ്പോൾ ബയറുടെ ഡ്യൂട്ടിയോ? ബയേഴ്സ് ഡ്യൂട്ടി ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ് ആൻഡ് പേ ദ പ്രൈസ്. ബയറുടെ ഉത്തരവാദിത്തമാണെന്ത്? ആക്സെപ്റ്റ് ദ ഗുഡ്സ് സെൻഡ് ബൈ ദി, ഡെലിവർ ബൈ ദി സെല്ലർ. സെല്ലർ അയച്ചിട്ടുള്ള വസ്തുവിനെ സ്വീകരിക്കുക, ഉൽപ്പന്നത്തെ സ്വീകരിക്കുക എന്നുള്ളത് ബയറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മാത്രമല്ല പേ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, എന്ത് ചെയ്യണം? ആ ഉൽപ്പന്നത്തിൻ്റെ വില നൽകുക എന്നുള്ളതും ബയറുടെ ഉത്തരവാദിത്തമാണ്. It may be noted that the delivery of goods and payment of their price are concurrent conditions. Concurrent ആണ്, ഒരേ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. സൈമൾട്ടേനിയസ്ലി, ഒരുമിച്ച് ഒരേ സമയത്ത് നടക്കേണ്ട കാര്യമാണ് ഇത്. ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദെയർ പ്രൈസ്. ഉൽപ്പന്നത്തെ കൈമാറ്റം ചെയ്യുന്നതും കൈമാറ്റം ചെയ്യുന്ന ഉൽപ്പന്നത്തിന് പണം നൽകുന്നതും എന്താണ്? ഒരേ സമയത്ത് നടക്കേണ്ട പ്രക്രിയയാണ്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ഡെലിവറി ഓഫ് ഗുഡ്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ആസ് എ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിൻ്റെ കൈവശം അല്ലേ, ഒരു വ്യക്തിയുടെ കൈവശമുള്ള വസ്തുവിനെ സ്വമേധയാ മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണെന്ത് എന്തറിയപ്പെടുന്നത്? ഡെലിവറി. വോളണ്ടറി ട്രാൻസ്ഫർ, സ്വമേധയാ കൈമാറ്റം ചെയ്യുക. ഓഫ് പൊസഷൻ അല്ലേ, ഒരാളുടെ കൈവശമുള്ളൊരു വസ്തുവിനെ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്. സച്ച് വോളണ്ടറി ട്രാൻസ്ഫർ ക്യാൻ ബി മെയ്ഡ് ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദ ഗുഡ്സ് ഇൻ ദി പൊസഷൻ ഓഫ് ദി ബയർ ഓർ ഈസ് ഓതറൈസ്ഡ് ഏജൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു വ്യക്തിയുടെ കൈവശമുള്ളൊരു വസ്തുവിനെ മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തിയുടെ സ്വമേധയാ എന്ത് ചെയ്യുന്നു? അയാൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതാണ് ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലിവറി വിവിധങ്ങളായ രീതിയിലുണ്ട്. മോഡ് ഓഫ് ഡെലിവറി ഒരുപാട് രീതിയിലുണ്ട്. ഓക്കെ, ഒന്നാമത്തതാണ് ആക്ച്വൽ ഡെലിവറി, വെർ ദ ഗുഡ്സ് ആർ ഫിസിക്കലി ഹാൻഡഡ് ഓവർ ബൈ ദി സെല്ലർ ടു ദി ബയർ. എന്ത് ചെയ്യുന്നു? ഇവിടെ ഭൗതികമായിട്ടൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? ഫിസിക്കലായിട്ടൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? സെല്ലർ ബയർക്ക് കൈമാറുന്നു. ഓക്കെ, എക്സ് സെൽസ് എ കാർ ടു വൈ. എക്സാമ്പിളാണ്, എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കാറ് വിൽക്കുന്നു. ഓക്കെ, എക്സ് എന്ത് ചെയ്യുന്നു? ആ കാറ് വൈക്ക് കൊടുക്കുന്നു. ഇത് ആക്ച്വൽ ഡെലിവറിയാണ്. അടുത്തതാണ് സിംബോളിക് ഡെലിവറി. സിമ്പിളായിട്ട് അല്ലേ, സിമ്പിളായിട്ട് കാണിക്കുകയാണ്. വെർ ദ ഗുഡ്സ് ആർ ബൾക്കി ആൻഡ് ഹെവി ഓർ വെൻ ദ ഗുഡ്സ് ആർ നോട്ട് ഇൻ ദി പേഴ്സണൽ കസ്റ്റഡി ഓഫ് ദി സെല്ലർ. വിൽപ്പനക്കാരൻ്റെ കയ്യിൽ, ശ്രദ്ധിക്കുക, വിൽപ്പനക്കാരൻ്റെ കയ്യിൽ ആ വസ്തു ആ സമയത്ത് പേഴ്സണൽ കസ്റ്റഡിയിൽ ആ വസ്തു ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തു ബൾക്കി, വലുതാണ്, ഭാരമേറിയതാണ്, ഒരുപാടുണ്ട് എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആക്ച്വൽ ഡെലിവറി നടക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ദ കൺട്രോൾ ഓവർ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ഡെലിവറി ഓഫ് സിമ്പിൾ. ഓക്കെ, കൺട്രോൾ ഓവർ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദി ഡെലിവറി ഓഫ് സിമ്പിൾ. ഇവിടെ സിമ്പിളായിട്ട് ഒരു സൂചിക ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ ഒരു വസ്തുവിനെ ഡെലിവർ ചെയ്തതായി പരിഗണിക്കുകയാണ്. നമ്മൾ കാറ് വാങ്ങുന്ന സമയത്ത് കാറ് നൽകുന്നില്ല, പകരം കാറിൻ്റെ കീ നൽകുന്നു.
അതുപോലെ വെയർഹൗസ് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് വെയർഹൗസിൻ്റെ കീ നൽകുന്നു. ഇതൊക്കെ എന്താണ്? സിംബോളിക് ഡെലിവറിക്ക് എക്സാമ്പിളാണ്. മൂന്നാമത്തെ കൺസ്ട്രക്റ്റീവ് ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. വെൻ എ പേഴ്സൺ ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് accept or acknowledge to hold them on behalf of the buyer, it is called a constructive delivery. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. X sells Y 200 bags of rice lying in Z's godown. എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് 200 ബാഗ് അരി എന്ത് ചെയ്തു? സെഡിൻ്റെ ഗോഡൗണിലുള്ള 200 ബാഗ് അരി എന്ത് ചെയ്തു? വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് വിറ്റു. എക്സ് ഗിവ്സ് ആൻ ഓർഡർ ടു സെഡ്. എക്സ് എന്ന് പറയുന്ന വ്യക്തി സെഡിനൊരു ഓർഡർ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ആസ്കിങ് ഹിം ടു ട്രാൻസ്ഫർ ദ ഗുഡ്സ് ടു വൈ. വൈന് എന്ത് ചെയ്യുക? ആ വസ്തുവിനെ കൈമാറ്റം ചെയ്യുക. എക്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സ് സെഡിൻ്റെ ഗോഡൗണിലുള്ള വസ്തുവിനെ ആണ് ആർക്ക് വിറ്റത്? വൈക്ക് വിറ്റത്. അപ്പോൾ സെഡിനോട് വിളിച്ച് പറയണത്, എക്സ് വിളിച്ച് പറയണത് വൈക്ക് എന്ത് ചെയ്യുക? ആ വസ്തുവിനെ കൈമാറ്റം ചെയ്യുക എന്നുള്ളത്. അതാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്ത റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. സെക്ഷൻ 33 to 39 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം പറയുന്നത് ഓരോ റൂളുകളാണ്. ഒന്നാമത് ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെലിവറിയും പേയ്മെൻറ്റും, ഒരു വസ്തുവിനെ സെല്ലർ കൈമാറ്റം ചെയ്യുന്നതും അതിൻ്റെ പണം നൽകുന്നതും എന്തായിരിക്കണം? ഒരേ സമയത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഡെലിവറി മേ ബി എയ്തർ ആക്ച്വൽ, സിംബോളിക് ഓർ കൺസ്ട്രക്റ്റീവ്. ഡെലിവറി എന്താവാം? ഒന്നുകിൽ ആക്ച്വൽ, നേരത്തെ പറഞ്ഞല്ലോ ആക്ച്വൽ ഡെലിവറി ആവാം, സിംബോളിക് ഡെലിവറി ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. മൂന്നാമത്തെ എഫക്റ്റ് ഓഫ് പാർട്ട് ഓഫ് ഡെലിവറി. എ ഡെലിവറി ഓഫ് പാർട്ട് ഓഫ് ദി ഗുഡ്സ് ഇൻ പ്രോഗ്രസ് ഓഫ് ദി ഡെലിവറി ഓഫ് ദി വൂൾ ഹാസ് ദ സെയിം എഫക്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് പാസിംഗ് ദ പ്രോപ്പർട്ടി ഇൻ സച്ച് ഗുഡ്സ് ഡെലിവറി ആസ് എ വൂൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നത്തെ മുഴുവനായിട്ട് കൊടുക്കുന്നതിന് പകരം ഭാഗികമായിട്ട് നമ്മൾ കൊടുക്കുക. ഡെലിവർ ചെയ്ത് കൊടുത്താലും സെയിം എഫക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ബയർ ഷുഡ് അപ്ലൈ ഫോർ ഡെലിവറി. ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പാർട്ട് ഫ്രം ദി എനി എക്സ്പ്രസ് കോൺട്രാക്ട് ബൈ ദി സെല്ലർ ഈസ് നോട്ട് ബൗണ്ട് ടു മേക്ക് ഡെലിവറി അണ്ടിൽ ദ ബയർ അപ്ലൈസ് ഫോർ ഡെലിവറി. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പ്രസ് കോൺട്രാക്റ്റുകൾ ഒഴികെയുള്ള കേസുകളിൽ വിൽപ്പനക്കാരന് ബയറിൽ നിന്നും ഒരു അപേക്ഷ കിട്ടണം. എന്തിന്? ബയർ അപേക്ഷ കൊടുക്കണം. എനിക്ക് സെല്ലറോട് അപേക്ഷ കൊടുക്കണം, എനിക്കെന്ത് ചെയ്യണം? ഈ സാധനം എനിക്ക് എത്തിച്ചു തരണം, ഡെലിവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കണം. അപ്ലൈ ഫോർ ഡെലിവറി. ബയർ ഷുഡ് അപ്ലൈ ഫോർ ഡെലിവറി. ബയർ ഷുഡ് അപ്ലൈ ഫോർ ഡെലിവറി ടു സെല്ലർ. സെല്ലർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. സെല്ലറോട് അപേക്ഷിക്കണം. ബയർ എനിക്ക് വസ്തുവിനെ, ഞാൻ വാങ്ങിയതായ വസ്തുവിനെ എനിക്ക് എത്തിച്ചു തരണം എന്ന്. പിന്നെ പ്ലേസ് ഓഫ് ഡെലിവറി. ഓക്കെ, എന്ത് ചെയ്തിരിക്കണം? ബിസിനസ് അവേഴ്സിൽ എവിടെയാണോ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തായിരിക്കണം എത്തിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ടൈം ഫോർ ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വസ്തുവിനെ ബയർ ഒരു വസ്തുവിനെ തനിക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് സമയം പ്രസ്താവിച്ചിട്ടുണ്ട് എങ്കിൽ ആ കൃത്യസമയത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു റീസണബിൾ സമയം, ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൊടുക്കണം. പിന്നെയോ എഫക്റ്റ് ഓഫ് ഗുഡ്സ് ഇൻ പൊസിഷൻ ഓഫ് എ തേർഡ് പാർട്ടി. Where the goods at the time of sale are in the possession of third person, effective delivery take place when such person acknowledges to the buyer that he hold the goods on his behalf. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത് സെല്ലറുടെ കൈവശമല്ല സത്യത്തിൽ ആ വസ്തു ഉള്ളത്. സെല്ലർ വിൽക്കുന്ന വസ്തു സെല്ലറുടെ കയ്യിലല്ല അപ്പോൾ ഉള്ളത്, അതൊരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യുന്നു? ഓർഡർ കൊടുക്കുകയാണ് തേർഡ് പാർട്ടിക്ക്. ആ ഓർഡർ എന്ത് ചെയ്യുന്നു? അക്നോളജ് ചെയ്യുന്നു? ആ തേർഡ് പാർട്ടി അക്നോളജ് ചെയ്യുന്നു, എന്നിട്ട് ആ വസ്തുവിനെ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയും നടക്കാം, പ്രശ്നമില്ല. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം സെല്ലറുടെ കൈവശം ആ വസ്തു ഉണ്ടാവണമെന്നില്ല. സെല്ലർക്ക് എന്ത് ചെയ്യുക? മറ്റൊരു വ്യക്തിയുടെ കയ്യിലുള്ള വസ്തുവിനെ എന്ത് ചെയ്യുക? വിൽക്കാം, പ്രശ്നമില്ല. അതിന് ആരുടെ സമ്മതം വേണം? ആ വ്യക്തിയുടെ സമ്മതം വേണം, അയാളിത് കൊടുക്കാനുള്ള സമ്മതം വേണം. പിന്നെ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി. Unless otherwise agreed, expenses of an incidental putting the goods into deliverable state must be borne by the seller. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ എഗ്രിമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നത്തെ ഡെലിവർ ചെയ്യുന്ന പാകത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവുകൾ വന്നാൽ അത് ആര് വഹിക്കണം? സെല്ലർ വഹിക്കണം. നിങ്ങൾ ആമസോണിൽ നിന്നും ഒരു വസ്തു വാങ്ങുന്നു, ആ സമയത്ത് നിങ്ങൾ ആ വസ്തുവിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ചാർജൊക്കെ ആരെന്നെ വഹിക്കണം? ആരാണ് വഹിക്കുന്നത്? അത് ആമസോണാണ്. വേറെ പൈസ അവർ വാങ്ങുന്നുണ്ടോ? ഇല്ല. അതുപോലെ സെല്ലർ ആയിരിക്കണം വഹിക്കേണ്ടത്. പിന്നെയോ ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റിയാണ് ഡെലിവർ ചെയ്യുന്നത് എങ്കിൽ, അതായത് എത്തിച്ചു കൊടുത്ത വസ്തു
ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ എന്ത് ചെയ്യുന്നു കൂടുതലോ കുറവോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ക്വാളിറ്റി മിക്സഡ് ആണെങ്കിൽ, മറ്റൊരു ക്വാളിറ്റിയുമായിട്ട് മിക്സഡ് ആണെങ്കിലൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മിക്സ് ആവുക എന്ന് വെച്ചാൽ രണ്ട് ക്വാളിറ്റിയിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്വാളിറ്റിയിൽ മിക്സിങ് എങ്ങനെ വരിക വെച്ചാൽ, ഇപ്പോൾ നമുക്ക് റൈസ് എടുക്കാം. റൈസ് തന്നെ പല ക്വാളിറ്റിയിലുണ്ടാവും. അപ്പോൾ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള റൈസ് എന്ത് ചെയ്യുന്നു ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൈസുമായിട്ട് മിക്സ് ചെയ്യുക. അതാണ് എക്സാമ്പിൾ. 3 സാഹചര്യങ്ങളാണുള്ളത്. ഷോർട്ട് ഡെലിവറി ഇഫ് ദ സെല്ലർ ഡെലിവേഴ്സ് ക്വാണ്ടിറ്റി ലെസ് ദാൻ ഈ കോൺട്രാക്ട് ടു സെൽ. വിൽപ്പന കരാർ പ്രകാരം സെല്ലർ ബയർക്ക് എത്തിച്ചു കൊടുക്കേണ്ട അളവിലുള്ള ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ അളവിലുള്ള ഉൽപ്പന്നമാണ് എത്തിച്ചു കൊടുത്തതെങ്കിൽ അതാണ് ഷോർട്ട് ഡെലിവറി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ബയർക്ക് അത് എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യാം. ഇനി അതല്ല, ബയർ അതിനെന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്തു, അതായത് കുറച്ചേ കൊണ്ടുവന്നുള്ളെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷാൾ പേ ദ കോൺട്രാക്ട് പ്രൈസ്. കരാർ പ്രകാരമുള്ള പൈസ കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ബയർ ബാധ്യസ്ഥനാണ്. പിന്നെ എക്സസ് ഡെലിവറി. എക്സസ് ഡെലിവറി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ബയർ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ കരാറിനെ റിജക്റ്റ് ചെയ്യാം. ഇനി അതല്ല, അയാൾ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ, കൂടുതൽ കൊണ്ടുവന്ന എക്സസ് ഡെലിവറിയെ ബയർ അക്സെപ്റ്റ് ചെയ്താൽ അതിന് മുഴുവൻ പണം ആര് കൊടുക്കേണ്ടി വരും? അയാൾ കൊടുക്കേണ്ടി വരും. മിക്സഡ് ഡെലിവറി ആണെങ്കിലോ, മിക്സഡ് ആയിട്ടാണ്, വ്യത്യസ്തമായ ഇതിലുള്ള മിക്സഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാൾക്ക് റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യാം സാധിക്കും. അടുത്തതാണ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. നേരത്തെ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ, ബയറും സെല്ലറും തമ്മിൽ നേരത്തെ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാം, ഒരു വസ്തുവിനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സ്വീകരിക്കാം, തവണ വ്യവസ്ഥയിലായിട്ട് സ്വീകരിക്കാം. എന്നാൽ അത്തരത്തിലൊരു ഇൻസ്റ്റാൾമെൻറ്റ് ഇല്ല എങ്കിൽ ദ ബയർ ഓഫ് ഗുഡ്സ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ബയർക്ക് എന്തിനുള്ള ഇതില്ല, ബയർക്ക് എങ്ങനെ വാങ്ങണമെന്നില്ല, ഒരു വസ്തുവിനെ തവണ വ്യവസ്ഥയിൽ വാങ്ങണമെന്ന് നിർബന്ധമില്ല. ലാസ്റ്റ് വൺ, ഡിറ്റീരിയോറേഷൻ ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ്. where the seller agrees to deliver the goods at his own risk at a place different from that then where at the time of sale the buyer shall bear the risk of deterioration. അതായത് പെട്ടെന്ന് കേട് വരുന്ന വസ്തുക്കളാണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും ആ വസ്തു എന്ത് ചെയ്യുന്നു, അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനിടയിൽ, ബയറുടെ അടുത്തേക്ക് ഡെലിവർ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും കേട് വന്ന് പോയാൽ അത് ആര് സഹിക്കേണ്ടി വരും? ആ റിസ്ക് ആര് സഹിക്കണം? ബയർ സഹിക്കണം. എക്സാമ്പിൾ മീൻ അല്ലേ, ഫിഷ്. നമുക്കറിയാം അധിക കാലം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ബയർ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫിഷ് വാങ്ങുന്നു സെല്ലറിൽ നിന്നും. ബയറും സെല്ലറും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വസ്തുവിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ, ബേഡ്സ് ആയാൽ, അതിൻ്റെ റിസ്ക് ആര് വഹിക്കേണ്ടതായിട്ടുണ്ട്? അതിൻ്റെ റിസ്ക് ഈ പറയുന്ന ബയർ തന്നെ വഹിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്